ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ PGP സ്റ്റുഡൻ്റായ മുകേഷിൻ്റെ കൂടെയാണ്. മുകേഷിൻ്റെ സ്ഥലം എവിടെയായിരുന്നു? എൻ്റെ ഇടുക്കി കട്ടപ്പനയിലാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യണമെന്നുള്ളത്. ഹോട്ടൽ മാനേജ്മെൻറ്റിൽ തന്നെ പല കോഴ്സുകളും വരുന്നുണ്ട്. BA ഹോട്ടൽ മാനേജ്മെൻറ്റ്, അതുപോലെ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ്. നമ്മുടെ PGP ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ആണ് ഇവിടെ കോഴ്സ് വരുന്നത്. അപ്പോൾ എന്താണ് കുട്ടികൾക്കൊരു ഡൗട്ടാണ്, എന്താണ് ഈ ഡിഫറൻസ്, BSc BA കോഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ഒന്ന് പറയാമോ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്? നമുക്ക് ഇപ്പോൾ BSc BA രണ്ട് കോഴ്സാണ്. BScയിൽ നമുക്ക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കോഴ്സുണ്ട്. അത് നമുക്ക് സയൻസ് ബേസ്ഡാണ്. അപ്പോൾ നമുക്ക് BAയിൽ ആ കോഴ്സ് വരുന്നില്ല, കാരണം BAയിൽ ആർട്സ് മാത്രമാണ് വരുന്നത്. അതിൽ നമുക്ക് ഈ ന്യൂട്രീഷൻ കോഴ്സ് വരുന്നില്ല. അപ്പോൾ നമുക്ക് BScയിൽ ഈ ന്യൂട്രീഷൻ കോഴ്സ് വരുന്നതിൻ്റെ പ്ലസ് പോയിന്റ് എന്താ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞൊരു കോഴ്സും കൂടെ പഠിച്ച് നമുക്ക് അങ്ങനെ ഹോസ്പിറ്റലിലൂടെ ജോബിന് കയറാൻ പറ്റും. ജോബ് ഓപ്പർച്യൂണിറ്റി ഹോസ്പിറ്റലിൽ ജോബിന് കയറാം. അതാണ് ഈ BAയും BScയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ PGPയിൽ വരുന്ന BSc കോഴ്സായിട്ടാണ് വരുന്നത്. അതുപോലെ സിലബസ് ഒക്കെ എങ്ങനെ കമ്പാരിറ്റീവ്ലി സിലബസ് +2 അപ്പോൾ ഏത് കോഴ്സ് കഴിഞ്ഞവർക്കും എടുക്കാം എന്നുള്ളത് ഉണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ? പ്രാക്ടീസ് ആണോ കൂടുതൽ, മീൻസ് പ്രാക്ടിക്കലാണോ, അതായത് സിലബസ് പഠിക്കാനാണോ, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ? നമുക്കിപ്പോൾ പ്രാക്ടിക്കലാണ് മെയിൻ ആയിട്ടുള്ളത്, കാരണം ഇപ്പോൾ സ്കില്ലാണുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. നോളജ് ആവശ്യമുണ്ട്, എന്നാൽ സ്കില്ലാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്കുള്ളത് ഇപ്പോൾ ഇന്ത്യൻ ക്യുസൈനും, സെക്കൻഡ് ഇയറിൽ നമുക്ക് ചൈനീസ് ക്യുസൈൻ അങ്ങനെയും, പിന്നെ ഫൈനൽ ഇയർ മൾട്ടി ക്യുസൈനും, അങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ ഡിഫറൻസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ ബേക്കറി പ്രാക്ടിക്കൽ, അങ്ങനെ എല്ലാ പ്രാക്ടിക്കലും തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹോട്ടലിലും ഇടയ്ക്ക് നമുക്ക് കൊണ്ടുപോയി നമുക്ക് ഓരോ പ്രാക്ടിക്കൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇവിടെ. പിന്നെ നിങ്ങൾ ഏത് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എവിടെയായിരുന്നു? നമ്മളിപ്പോൾ ചെയ്യുന്നത് നമുക്ക് 2 ഹോട്ടലാണ് മെയിനായിട്ടുള്ള കോളേജിൻ്റെ തന്നെ. കോളേജിൻ്റെ തന്നെ മെയിനായിട്ടുള്ള ഹോട്ടലാണ്. ഒരെണ്ണം നമുക്ക് ചെന്നൈയിൽ ലീ റോയൽ മെറിഡിയൻ, ഇനി പറഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂരിൽ ലീ മെറിഡിയൻ. രണ്ടും 5 സ്റ്റാർ ബേസ്ഡ് ആയിട്ടുള്ള ഹോട്ടൽസാണ്. രണ്ടിൻ്റെ സർട്ടിഫിക്കറ്റും നല്ല വാല്യൂസാണ്. പിന്നെ അതായത് ഇപ്പോൾ നമ്മുടെ ഈ കോയമ്പത്തൂർ എനിക്ക് തോന്നുന്നു ആകെ ഒരു മീൻസ് 5 സ്റ്റാർ ഹോട്ടൽ നമ്മുടെ ലീ മെറിഡിയൻ മാത്രമാണ്. അപ്പോൾ നമ്മുടെ PGP ഗ്രൂപ്പിൻ്റെ തന്നെയാണ് ഈ ലീ മെറിഡിയൻ ഹോട്ടൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും മെയിനായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും ജോബിനൊക്കെ. പ്ലേസ്മെൻറ്റ് 100% പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് കോയമ്പത്തൂർ വരുന്ന ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ പ്ലേസ്മെൻറ്റ്. അത് നിങ്ങൾക്ക് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണല്ലോ അല്ലേ? ഓക്കെ. ഇപ്പോൾ നേരത്തെ മുകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീ റോയൽ മെറിഡിയൻ എന്നുള്ളത്, അതുപോലെ കോയമ്പത്തൂർ മെറിഡിയൻ ഹോട്ടൽ. എന്ത് തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? റോയൽ എന്നുള്ള ഇത് നമുക്ക് ഈ ഏഷ്യയിൽ വന്നിട്ട് ഇപ്പോൾ ടോട്ടലായിട്ട് തന്നെ മൊത്തത്തിൽ 2 ലീ റോയൽ മെറിഡിയനേ ഉള്ളൂ. അതിൽ ഏഷ്യയിൽ, വേൾഡ് വൈഡിൽ ഏഷ്യയിൽ മൊത്തത്തിൽ 2 ഉള്ളൂ. അതിൽ 1 നമ്മുടെയാണ്. ഇന്ത്യയിൽ ഒറ്റ ഉള്ളൂ, ആ ഒരെണ്ണം നമ്മുടെയാണ്. ഇന്ത്യയിലാകെ ഒരു റോയൽ നമ്മുടെ PGPയുടെ അണ്ടറിൽ വരുന്ന ഹോട്ടലാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെ നമുക്കൊന്നും തിരിഞ്ഞു നോക്കാനില്ല. അതായത് 100% മീൻസ് പ്ലേസ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരിക്കും. ഏതൊക്കെയായിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നത് ഈ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് കീഴിൽ? നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാൻ പറ്റുന്ന എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് ഓഫീസ്, ഹൗസ് കീപ്പിംഗ്, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷന്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒട്ടേറെ കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിന് നമുക്കിതിന് നമ്മൾ സ്റ്റഡി കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫോറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല സ്കോപ്പുകളുണ്ടല്ലേ? സ്റ്റാർട്ടിങ് സാലറി ഏകദേശം എത്ര വരും ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച സ്റ്റുഡൻസിന്? സ്റ്റാർട്ടിങ് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചാൽ ഇറങ്ങുന്ന ഒരു സമയത്ത് തന്നെ നമുക്കൊരു 25-30 സ്റ്റാർട്ടിങ് തന്നെ 25-30 നമ്മൾ പഠിച്ച് ഇറങ്ങുന്ന ഒരു ടൈമുണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ നമ്മളൊരു 6 മാസത്തെ ODC എന്ന് പറഞ്ഞ ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നതും നമ്മുടെ സ്കിൽസും എല്ലാം അനുസരിച്ച് നമുക്ക് സാലറി കൊടുക്കും. ഓക്കെ, അപ്പോൾ പഠിക്കാൻ കുറച്ച് എളുപ്പമാണ്, സിലബസ് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റിയൊരു കോഴ്സാണല്ലേ? ഉറപ്പായിട്ട്. പിന്നെ നമുക്കിവിടെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഓൺ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ തന്നെ. ഇപ്പോൾ നമ്മൾ ഇത് ഇവിടുത്തെ നമ്മളുള്ള പ്രാക്ടിക്കൽ റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ കിച്ചണ്, ബേക്കറി ഉണ്ട്. ഇവിടെ എല്ലാം അവൈലബിൾ ആണ്, ഉള്ളിലെല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് ഹൗസ് കീപ്പിംഗ് ആണെങ്കിലും ഉണ്ട്, ഫ്രണ്ട് ഓഫീസ് എല്ലാം നമുക്ക് ഉള്ളിൽ തന്നെ നമുക്ക് പ്രാക്ടിക്കലിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. എങ്ങനെയായിരുന്നു മുകേഷിനോട് വന്നിട്ട് എക്സ്പീരിയൻസ്, ഓവറോൾ എക്സ്പീരിയൻസ് ഇപ്പോൾ കഴിയാനായല്ലോ, ലാസ്റ്റ് ഇയറിലാണല്ലോ. എങ്ങനെയായിരുന്നു നമ്മുടെ PGPയിലെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഉറപ്പായിട്ട് അവർ എല്ലാ കാര്യത്തിലും തന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പിന്നെ കേരള ആയതുകൊണ്ട് എല്ലാ കാര്യത്തിലും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പഠിക്കാനാണല്ലോ എളുപ്പമാണ്. നമുക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ അവർ വീണ്ടും നമ്മളെ ഉണ്ടായിരുന്നില്ല. അവരോട് പറയുവാണെങ്കിലും അത് ചെയ്ത് എല്ലാം ശരിയാക്കി നല്ലപോലെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ നമുക്ക് ഇയർലി നമ്മളെ ഓരോ ഹോട്ടലിൽ കൊണ്ടുപോകും. ചെന്നൈയിലും കൊണ്ടുപോകും, മെറിഡിയനിലും കൊണ്ടുപോകും. ഓരോ പറഞ്ഞു തരാൻ ഹോട്ടൽ ബേസ് ആയിട്ടുള്ള
അപ്പം അങ്ങനെ കണ്ടറിഞ്ഞും അല്ലേ എല്ലാം പഠിച്ചൊരു ഇതാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം അങ്ങനെ തന്നെയാണ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് നമ്പർ 1 എന്ന് പറയാം. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 എന്ന് പറയാം നമുക്ക് കോളേജ് PGP. കാരണം 100% പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. നമ്മളുടെ ലീമറിയൻ ഹോട്ടൽ ചെന്നൈയിലും വരുന്നുണ്ട്, അതുപോലെ കോയമ്പത്തൂരിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ +2 കഴിഞ്ഞ മക്കൾക്ക് വേണ്ടി ഇതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് അറിവുകളൊക്കെ തന്നതിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ.